ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം സുന്ദരിച്ചീരയുടെ തറയിലേക്ക് പാകുന്നതിനെ പറ്റിയാണ്. അതായത് ഞാൻ ഇത് പാകുന്നതിനും അതേപോലെ പെട്ടെന്ന് വളർച്ച വരുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തു. ഗോമൂത്രം വെച്ചിട്ട് തന്നെയാണ് അതിനെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുത്തത്. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം ഏകദേശം നന്നായിട്ട് നല്ല കരുത്തോടെ വളർന്നതാണ്. ഇത് ഞാൻ ഈ ഇത്തരത്തിലുള്ളൊരു HDP ഗ്രോ ബാഗ് 18x18 ഗ്രോ ബാഗിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇങ്ങനെ ചെയ്തതിൽ ഒരു വിഷയം പറ്റിയത്, നമ്മൾ തൈകൾ പിരിച്ച് നടുമ്പോൾ പിഴുതെടുത്ത് നടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ട്രേ ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ 98 കുഴികളുള്ള സാധാരണ ചെറിയ ഇതിൻ്റെ ഇച്ചിരി വലിപ്പത്തിലുള്ള കുഴികൾ കിട്ടും, പോട്രേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചകിരിച്ചോറും വെർമിക്കുലൈറ്റും പെർലൈറ്റും നട്ട് വെക്കാനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് പിഴുതെടുത്ത് നടാനായിട്ട് പെട്ടെന്ന് സാധിക്കും. ഇതിപ്പം ഇപ്പോഴത്തെ വേനൽക്കാലം ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മാത്രമേ മാറ്റി നടാൻ പാടുള്ളൂ. രാവിലെ ഒരു കാരണവശാലും വെക്കല്ല, വെച്ച് കഴിഞ്ഞാൽ ചീര ഉണങ്ങിപ്പോവും. അപ്പം വൈകുന്നേരങ്ങളിൽ വെച്ചിട്ട് നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ തറയിലേക്ക് നന്നായിട്ട് വെച്ച് നനയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവ പിടിച്ചു കിട്ടും. അപ്പോൾ പിറ്റേന്ന് ദിവസത്തെ നമ്മൾ വെയിൽ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇത് ഒരുപാട് വെയിൽ കൊണ്ടെന്ന് പറഞ്ഞാലും വലിയ വിഷയം വരത്തില്ല. ഇതിപ്പോൾ ഈ ഗോമൂത്രം മാത്രമാണ് ഇതിനകത്ത് അടിച്ചത്, വേറൊന്നും അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ വളർച്ച നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പം ചെയ്യേണ്ടത്, ഇതിനകത്ത് ഏകദേശം ചാണകപ്പൊടിയും കോഴിക്കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റും ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നട്ടത്. അപ്പം ഇത്രയും ചെയ്തത് എന്ന് വെച്ചാൽ നൈട്രജൻ മാത്രമേ കൊടുക്കാവൂ, പൊട്ടാഷ്യം വളം കൊടുക്കല്. പൊട്ടാഷ്യം എന്ന് വെച്ചാൽ ചാരം ഒരു കാരണവശാലും ചീരയ്ക്ക് കൊടുക്കല്. ചാരം കൊടുത്തു കഴിഞ്ഞാൽ ചീര പൂത്തുപോകും. അത് നമുക്കിപ്പോൾ വിത്തെടുക്കാനാണെങ്കിൽ ചാരം കൊടുക്കുന്നതിന് വിഷയമില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഉണക്ക സമയത്ത്, ഈ വേനൽക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് ചാരം കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പൂക്കുക മാത്രമല്ല, ഇത് അളവ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അപ്പം ഞാനിത് ഏകദേശം ഇവിടം ഇതിനെ മാറ്റി നടാൻ വേണ്ടിയുള്ള ഒരു തറ റെഡിയാക്കിയാണ്. ഇപ്പോൾ ഇത്രയും പോർഷൻ ഞാൻ ഒരു 10-13 ദിവസം മുമ്പ് തന്നെ ഇത് ഇളക്കി ഇട്ട് കുമ്മായം ട്രീറ്റ് ചെയ്തിട്ട മണ്ണാണ്. ഇതിപ്പോൾ കുമ്മായം ട്രീറ്റ് ചെയ്തിട്ട മണ്ണാണ് ഇതെന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കണ്ടിട്ടുള്ള സവാളയാണ്, സവാള കളിച്ചിരിക്കുന്നതാണ്. ഇതൊരു 2 എണ്ണം. ഇത് ബാക്കി ഇത്രയും പോർഷൻ ഇതിപ്പോൾ ഈ ചീര നടാൻ വേണ്ടി തന്നെ നേരത്തെ കുമ്മായം റെഡിയാക്കിയിട്ട്. അപ്പോൾ ഈ ഇതിലേക്ക് ഇനി എങ്ങനെയാണ് നടുന്നത് നോക്കാം. അപ്പോൾ ഇനിയിപ്പം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലേക്ക് ചാണകപ്പൊടി ഇട്ട് നിരത്തുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ചാണകപ്പൊടി ഇതിലേക്ക് സാധാരണ ചാണകപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പം ഇത്രയും ചാണകപ്പൊടി ഇട്ടു. പിന്നെ ഞാൻ ചെയ്യുന്നത് കൂടുതലും ഗോമൂത്രം നേർപ്പിച്ചാണ് കൂടുതലും കൊടുക്കുന്നത്. ഞാൻ രാസവളം, ചീരയ്ക്കൊന്നും രാസവളം അങ്ങനെ കൊടുക്കത്തില്ല. രാസവളം കൊടുക്കേണ്ട ആവശ്യമില്ല ചീരയ്ക്ക്. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഇതെല്ലാം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ആ കുമ്മായമൊക്കെ നന്നായിട്ട് ചേർന്നതാണ്. കുമ്മായം ചേർക്കുകയാണെങ്കിൽ ഉള്ള ഗുണം, പെട്ടെന്ന് തന്നെ ചീരയ്ക്ക് വളർച്ച ഉണ്ടാവും. അപ്പോൾ കൊടുക്കുന്ന വളമെല്ലാം പെട്ടെന്ന് ഏതൊരു വിളക്കാണെങ്കിലും അത് വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഇളക്കി ചെയ്യുക. ഇത്രയും നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട്, ഇപ്പോൾ കോഴിക്കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ, കോഴിക്കാഷ്ടം ഒരു കാരണവശാലും ഡയറക്റ്റ് കൊടുക്കല്ലേ. എന്താണെങ്കിലും നമ്മൾ ചെറിയ രീതിയിലൊരു നന കൊടുത്ത് ഒരു 5-6 ദിവസം ഇട്ടതിന് ശേഷം മാത്രമേ കോഴിക്കാഷ്ടമൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർക്കാവൂ. അല്ലെങ്കിൽ ഉണങ്ങിയ കോഴിക്കാഷ്ടം ഇടുന്നതെങ്കിൽ നമ്മൾ ഈ ഇട്ടതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോഴാണ് കോഴിക്കാഷ്ടത്തിൻ്റെ പെട്ടെന്നുള്ള ഇതിനകത്തേക്ക് ചൂടിറങ്ങി കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന വിളകളെല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അപ്പോൾ ഇത്ര ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മിക്സ് ചെയ്തിട്ടുണ്ട്. സുന്ദരിച്ചീര എന്ന് പറയുമ്പോൾ വലിയ വലിപ്പത്തിലാണ് വരുന്നത്. അപ്പോൾ നല്ല ഉയരം വയ്ക്കുന്ന ഒരു ചീരയാണിത്. അപ്പോൾ നമ്മൾ മറ്റുള്ള ചീരയുടെ കൂട്ട് അടുപ്പിച്ചടുപ്പിച്ച് പാകാൻ നിൽക്കല്ല. അപ്പോൾ ഇനി ഇതിനകത്ത് നിന്ന് ഞാൻ പിഴാൻ പോവുകയാണ്, അത് പിഴുതെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പിഴുതെടുത്തിട്ട് കാണാം. ഇപ്പോൾ ഏകദേശം 1/2 അടി വിട്ടിട്ട് ഓരോ കുഴികൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു സെറ്റിൽ 3 എണ്ണം വെച്ചിട്ടാണ് 3 എണ്ണം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 അടി എന്ന് വെച്ചാൽ ഒരു 15 സെൻറ്റിമീറ്റർ, 1 അടി എന്ന് വെച്ചാൽ 30 സെൻറ്റിമീറ്റർ, ഒരു 15 സെൻറ്റിമീറ്റർ വിത്ത് ഇങ്ങനെ ഓരോ സെറ്റായിട്ടാണ് ഞാൻ നടുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ചാണകപ്പൊടി മിക്സ് ചെയ്തതാണ്. ചാണകപ്പൊടി മാത്രമേ മിക്സ് ചെയ്തുള്ളൂ, ചാരം ഒന്നും ഇടല്ല. ചാരം ഇട്ട് കഴിഞ്ഞാൽ പൂത്തു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് തന്നെ ഇതിനെ വെക്കുകയാണ്. ഇത് പിഴുതെടുക്കാൻ ആദ്യം ഞാൻ പറഞ്ഞത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ പിഴുതെടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സാധാരണ ഇത് ട്രേക്കകത്താവുമ്പോൾ ആണെങ്കിൽ
ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരത്തില്ല. നമുക്ക് അതിൽ ആ ചകിരിച്ചോറും ആ ഒരു ചകിരിച്ചോറ് കമ്പോസ്റ്റും വെർമിക്കുലൈറ്റും പെർലൈറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിഴുത് വെക്കുമ്പോൾ ഇതിനൊരു ക്ഷീണം തട്ടത്തില്ല. ഇതിപ്പോൾ ഏകദേശം ഇതിൻ്റെ ചുവട്ടിൽ നിന്നുള്ള തൈകളാണെങ്കിലും നമ്മൾ പിഴുത് ബാക്കി മാറ്റി വെക്കുമ്പോൾ തന്നെ ഇതിന് ഒരു വാട്ടം വരും. അത് നമ്മൾ വൈകിട്ട് നേരങ്ങളിൽ മാത്രമേ നടാവൂ. ഒരു കാരണവശാലും രാവിലെ വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് പോലും നമ്മൾ ഇത് നട്ടുകൂടാം. എങ്കിൽ നമ്മൾ ഇതിൻ്റെ ചീരയ്ക്ക് ആ വെള്ളം വലിച്ചെടുക്കുമ്പോൾ തന്നെ ആ വെയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നന്നായിട്ട് തന്നെ ഇതിന് ചിലപ്പോൾ വാട്ടം സംഭവിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചീര നടുകയാണെങ്കിൽ, ചീര സാധാരണ എല്ലാവരും പിഴുത് വെച്ചാണ് വളർത്തുന്നത്. എങ്കിൽ അത് സുന്ദരി ചീര എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടിൽ കൂടുതൽ അകലം കൊടുക്കണം. ഞാനൊരു തറയായിട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് മുറിച്ചെടുക്കുന്ന രീതി ആയതുകൊണ്ടാണ്. അല്ലാതെ സുന്ദരിച്ചീരയൊക്കെ ഒരു ഗ്രോ ബാഗിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മാത്രമേ, ഇതുപോലെ ഒരു തൈ മാത്രമേ വെക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ അത്ര ഒരു 1.5-2 മീറ്ററോളം ചിലത് വളർന്നു പോകും. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കനം വരും. അപ്പോൾ ഒരുപാട് മൂക്കാൻ നിൽക്കേണ്ട, അതിന് മുമ്പ് തന്നെ മുറിച്ചെടുക്കുമ്പോൾ തലപ്പ് മാത്രം ആദ്യം മുറിച്ചെടുക്കുകയാണെങ്കിൽ ഈ സൈഡ് ഭാഗങ്ങളിൽ നിന്നെല്ലാം ശിഖരം പൊട്ടും. അത് നമുക്കടുത്ത് അങ്ങനെ ഏകദേശം ഒരു 4 മാസത്തോളം തന്നെ ഒരു ചീരയിൽ നിന്ന് നമുക്ക് ഏകദേശം വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ സാധാരണ തറ എടുത്ത് തന്നെ വെക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഈ ഒരു ചെറിയ തൈകൾ, അതായത് വലിയ കരുത്തില്ലാത്ത തൈകളൊക്കെ എൻ്റെ കൂട്ടത്തിൽ നിന്നോളും, അത് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഒരെണ്ണമായിട്ട് തന്നെ നടാം. ഇപ്പോൾ ഇത്രയും ചെയ്തു. ഇനിയിപ്പോൾ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നല്ലപോലെ തടം കുതിർക്കെ വെള്ളം കൊടുക്കണം. പിന്നെ അതുകൊണ്ട് ഈ സുന്ദരിച്ചീരയുടെ ഒരു ഗുണമെന്നാണ് വലിയ രീതിയിലുള്ള പുഴുക്കേടില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ചിത്രകീടം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ജീവി വന്നിരുന്നിട്ട് ഇതിനകത്ത് നിന്ന് ഹരിതകം കാർന്നു നിന്നതാണ്. പക്ഷെ നമ്മൾ ഇവത്തേല് ഒരു കാരണവശാലും വേപ്പിൻ പിണ്ണാക്ക് കലർത്തിയോ അല്ല വേപ്പെണ്ണയോ ഒന്നും ഇതിനകത്ത് കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീര ഉപയോഗിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഇതൊരു 10, 20, 25 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് വിളവെടുക്കും. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന വേപ്പിൻ പിണ്ണാക്കോ അല്ലെ വേപ്പെണ്ണയോ ഇതിനകത്ത് തളിക്കുകയാണെങ്കിൽ ഈ ഇലയിൽ അതിൻ്റെ കയ്പ് നിലനിൽക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെ നമ്മൾ വിളവെടുത്ത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചീര കഴിക്കും. അതുകൊണ്ട് നമ്മൾ പരമാവധി വേഗത്തിൽ ചീര വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോമൂത്രം 10 ഇരട്ടി തന്നെ വെള്ളം ചേർക്കും. ഇനി 2 ദിവസത്തേക്ക് ഒഴിക്കത്തില്ല. 2 ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു കരുത്തില്ല. വെള്ളം വലിച്ചെടുത്ത് ഇതിനൊരു ഊർജ്ജം കിട്ടിയതിന് ശേഷം പിന്നെ അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് ഹ്യൂമിക് ആസിഡ് ഒഴിക്കും. ഇനിയിപ്പോൾ ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ക്ഷീണമാക്കിട്ടാൻ വേണ്ടി ഹ്യൂമിക് ആസിഡ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോക്കകത്ത് 2 ഗ്രാം ഇതിനകത്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ചെടികളുടെ എല്ലാം ക്ഷീണം മാറ്റാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമിക് ആസിഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് വെള്ളം കുതിർത്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ ഞാൻ അത് ചെയ്യത്തുള്ളൂ. അപ്പം അരമണിക്കൂർ മുമ്പ് ഇതിപ്പോൾ നട്ടു, ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം ഈ ഹ്യൂമിക് ആസിഡോട് കൊടുത്തു കഴിഞ്ഞാൽ ഇവയുടെ ക്ഷീണം മാറും. അപ്പോൾ നാളെ ഇതിപ്പോൾ ഏകദേശം ഒരു 5:30 സമയത്തായി. ഇനിയിപ്പോൾ അതിനുശേഷം സന്ധ്യയായി ശേഷം പിന്നീട് നമ്മൾ വെള്ളം കൊടുക്കുന്നത് അത് നന്നായിട്ട് വലിച്ചെടുക്കുകയും അപ്പോൾ രാവിലത്തെ ആ ഇളം വെയിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഇതിൻ്റെ മണ്ണിലേക്ക് ഇതിൻ്റെ വേര് പിടിക്കും. പിന്നെ വെയിൽ വരുവാന്നതിനും വിഷയമില്ല. അതുകൊണ്ടാണ് ചീര എപ്പോഴും വൈകുന്നേരങ്ങളിൽ മാത്രമേ നടാവൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.